ഹലോ. അപ്പം നമ്മളിന്ന് ചിക്കൻ റോസ്റ്റാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് കുറച്ച് വറ്റൽമുളകൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുക്കുക. ജസ്റ്റ് ഒന്ന് ചൂടാക്കിയാൽ മതി, അധികമൊന്നും ചൂടാക്കണ്ട. അത് വന്നിട്ട് മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. ഇതേപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. ഇതിന് ശേഷം വെളിച്ചെണ്ണയാണ് ഞാനിട്ട് എടുത്തത്. വെളിച്ചെണ്ണ ഒഴിച്ച് സവോളയും ചെറിയുള്ളിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കണേ. അപ്പം നല്ലോണം വഴണ്ട് വരട്ടെ, എന്നാലേ ഇതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇത്ര വഴറ്റുന്നു അത്രയും നല്ലതാണ്. അപ്പം നല്ലോണം ഒന്ന് വഴണ്ട് വരട്ടെ. അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഇതൊന്ന് ഇങ്ങനെ ഞാൻ വേറെ ഒന്നും ഇടുന്നതൊന്നും കണ്ടിട്ടില്ലല്ലോ എന്നെല്ലാം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. അപ്പോൾ അതിൻ്റെ കളർ എന്താണെന്ന് വെച്ചാൽ വീഡിയോ ചെയ്യുന്നതിൻ്റെ ഇടയിലൊന്ന് മോൻ വന്നിട്ടുണ്ടായിന്. അപ്പോൾ ഓന് ഒന്ന് ചിക്കൻ വറുത്ത് കൊടുത്തിയാണ്. അപ്പോൾ ആ എണ്ണയിൽ തന്നെയാണ് ഞാനിത് ചെയ്യുന്നത്. അതാണ് ഇതിൻ്റെ കളർ ഇങ്ങനെ. അപ്പോൾ അത് നല്ലോണം വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് നീളത്തിൽ കീറിയ തക്കാളി ഇട്ട് കൊടുക്കാം. അപ്പോൾ തക്കാളി നല്ലോണം വഴറ്റണം. തക്കാളി ആ തൊലിയൊന്ന് വിട്ട് ഇങ്ങനെ വേറെ വേറെ വരണം. ആ തൊലിയൊന്ന് ഇളകി വരൂലേ, അതുപോലെ ആവണം, എന്നെങ്കിലേ ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പം നല്ലോണം വഴണ്ട് ഇങ്ങനെ വരുന്നത് വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അപ്പം അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ക്രഷ് ചെയ്തിട്ടുണ്ട്. ഇത് ചെയ്യുമ്പോൾ പേസ്റ്റ് ആക്കാണ്ടിരിക്കാൻ ശ്രമിക്കണം. ഇതുപോലെ ക്രഷ് ചെയ്തിട്ട് തന്നെ എടുക്കണം, എന്നാലേ ഇതിന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പം നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കുക. ആ ഇഞ്ചിയും വെളുത്തുള്ളീൻ്റെ എല്ലാം പച്ചമണം ഒന്ന് മാറുന്നത് വരെ നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കണം. അതായത് ഇതുപോലെ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ ആദ്യമായിട്ടാണ് വീഡിയോ തന്നെ ചെയ്യുന്നത്. കുക്കിംഗ് വ്ളോഗൊന്നും ഇതുവരെ ചെയ്തിട്ടില്ല. അപ്പം ഫസ്റ്റ് ടൈമാണ്. അപ്പോൾ അതിൻ്റെ തെറ്റെന്തായാലും ഉണ്ടാവും, നിങ്ങളെല്ലാവരും ക്ഷമിക്കണം. ഇനി അതിലേക്ക് നമുക്ക് നേരത്തെ ക്രഷ് ചെയ്ത് വെച്ച ആ വറ്റൽമുളക് ഇട്ട് കൊടുക്കുക. എല്ലായിടത്തും വറ്റൽമുളകാണോ പറയുന്നതെന്ന് എനിക്കറിയില്ല. ഇങ്ങോട്ട് കണ്ണൂർ ഇങ്ങോട്ടെല്ലാം കായ്മുളക് എന്ന് പറയും, പിന്നെ പയ്യന്നൂർ ഇങ്ങോട്ടെല്ലാം വറ്റൽമുളക്, അങ്ങനെ ഓരോരോ പേരിൽ അറിയപ്പെടുന്നു. അപ്പോൾ ശരിക്കെന്നാണെന്നറിയില്ല. ഞാൻ ശരിക്കും കായ്മുളക് എന്നാണ് പറയല്. പിന്നെ പൊതുവേ ഇനി വറ്റൽമുളക് എന്ന് പറയുന്നത് കൊണ്ട് വറ്റൽമുളക് എന്ന് പറയുന്നില്ല. അപ്പോൾ അതൊന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കണം. അപ്പോൾ നല്ലോണം ഒന്ന് വഴണ്ട് വരട്ടെ. അപ്പം എനിക്കിങ്ങനെ കുക്കിംഗ് വ്ളോഗ് ചെയ്യാനും ഇങ്ങനെ പറയാനൊന്നും എനിക്കറിയില്ല. ഞാൻ എൻ്റേതായ രീതിയിലാണ് പറയുന്നത്. അപ്പോൾ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ക്ഷമിക്കണം. ഇങ്ങനെയൊക്കെയല്ലേ പഠിക്കുന്നത്. അപ്പോൾ അത് നല്ലോണം വഴണ്ട് വന്നിട്ടുണ്ട്. ഞാൻ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം. ഇനി ഞാൻ പെരുംജീരകം പൊടിച്ചതാണ് ഇടാൻ പോകുന്നത്. അപ്പോൾ പെരുംജീരകം പൊടിച്ചിട്ടിട്ടുണ്ട്. മസാലയെല്ലാം നിങ്ങളെ ആവശ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി. പിന്നെ അതിലേക്ക് കുറച്ച് ചിക്കൻ മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി മല്ലിപ്പൊടി. പ്രത്യേകം ശ്രദ്ധിക്കണം, പൊടികളും എല്ലാം ഇടുമ്പം നമ്മൾ സ്ലിമ്മിൽ ഇട്ടിട്ട് വേണം ഇടാൻ, ഇല്ലെങ്കിൽ മൊത്തം കരിയും, അടി പിടിക്കാനുള്ള ചാൻസ് എല്ലാം ഉണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ ഇനി ഇട്ട് കൊടുക്കാവുന്നത് മുളക് പൊടിയാണ്. കുറച്ച് മുളക് പൊടി ഇട്ടാൽ മതി. വറ്റൽമുളക് ഉള്ളത് കൊണ്ട് തന്നെ അത് നല്ല എരിവുള്ള മുളകാണ്, അതുകൊണ്ട് കുറച്ചിട്ട് കൊടുത്താൽ മതി. ഇനി നല്ല ആ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കണം. ഒന്ന് പൊടി മൂപ്പിച്ചെടുക്കുക. പിന്നെ അതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിക്കുന്നുണ്ട്. ഒരു ഗ്ലാസ് ചൂടുവെള്ളമാണ് ഒഴിക്കുന്നത്. പച്ചവെള്ളം ഒഴിക്കരുത്, ചൂടുവെള്ളം തന്നെ ഒഴിക്കണേ. അപ്പോൾ ചൂടുവെള്ളം ഒഴിച്ച് ഒന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണേ. ഇതിൽ കൂടുതൽ വെള്ളമൊന്നും വരുന്നില്ല. ഈ ഒഴിക്കുന്ന വെള്ളമേ ഞാൻ ഒഴിക്കുന്നുള്ളൂ. ഒരു ഗ്ലാസ് വെള്ളം മാത്രമേ ഇതിൽ ഒഴിക്കുന്നുള്ളൂ. പിന്നെ അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം. വെള്ളം ഒഴിക്കുന്നത് തന്നെ ഈ അരപ്പൊന്ന് സെറ്റാവാൻ വേണ്ടിയിട്ടാണ് വെള്ളം ഒഴിക്കുന്നത്. നിങ്ങൾക്കറിയായിരിക്കും, ഞാൻ എടുത്തു പറയുന്നില്ല. പിന്നെ അതിൽ ആവശ്യത്തിനനുസരിച്ച് ഉപ്പ്, ഞാനിപ്പം കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുള്ളൂ. പിന്നെ ചിക്കൻ വേവിച്ചിട്ടാണ് ഞാൻ ഇതിൻ്റെ അകത്തേക്ക് ഇടാൻ പോകുന്നത്, അതുകൊണ്ടാണ് ഇത്ര പോലെ വെള്ളം ഒഴിക്കുന്നത്. നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് തന്നെയാണ് ചിക്കൻ വേവിക്കുന്നതെങ്കിൽ അതിനനുസരിച്ച് വെള്ളം എടുക്കുക. ഇപ്പോൾ ചിക്കനിൽ ഞാൻ ഒരു തുള്ളി വെള്ളവും ചേർത്തിട്ടില്ല, അത് ചിക്കൻ്റെ അകത്തെ വെള്ളമാണ്. അത് നമുക്ക് അതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ആ ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് സെറ്റ് ചെയ്യണം. ആ അരപ്പ് ചിക്കനിൽ പിടിക്കുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുത്ത് ഇതേപോലെ ഒന്ന് ചിക്കൻ്റെ എല്ലാ ഭാഗത്തും മസാല എത്തുന്നത് പോലെ ഒന്നാക്കി കൊടുക്കണേ.
അപ്പോൾ ഈ സമയത്ത് ഉപ്പ് കുറവുണ്ട്, ഉപ്പെല്ലാം ഒന്ന് ഇടാൻ നോക്കണേ. അപ്പോൾ ഞാൻ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്, ആ വീഡിയോ എടുത്തിട്ടില്ല. ഇനി അതിലേക്ക് നമുക്ക് മല്ലിയില ഇട്ട് കൊടുക്കാം. മല്ലിയില കുറച്ച് കൂടുതൽ ഇടുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. നമ്മളെ ചിക്കൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇതുപോലെ പറ്റി ചാറാക്കിയിട്ടാണ് എടുത്തത്. നിങ്ങൾക്ക് ഡ്രൈ ആയിട്ടാണ് വേണ്ടതെങ്കിൽ അങ്ങനെയും എടുക്കാം, ഇതുപോലെ ആക്കുന്ന അങ്ങനെയും എടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്ത് കാച്ചിപ്പോരുവാണെങ്കിലും അടിപൊളിയായിരിക്കും. ഞാനിവിടെ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ എന്തായാലും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കൂലല്ലോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയി വീണ്ടും കാണാം. ബായ്.